കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ സ്നേഹസന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് IHRD ക്യാമ്പസുകളിൽ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഇരിട്ടി EMS മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് സംഘടിപ്പിച്ച സ്നേഹത്തോൺ കൂട്ടയോട്ടം ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A. കുട്ടികൃഷ്ണൻ സ്നേഹത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ജോന RP സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്നേഹസംഗമം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് C. ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ആന്റി റാഗിംഗ് കോർഡിനേറ്റർ ആൻഡ് NSS പ്രോഗ്രാം ഓഫീസർ അമൃത C. ചടങ്ങിന് നന്ദി പറഞ്ഞു. നമ്മുടെ വർത്തമാനകാല സമൂഹത്തിൽ നമ്മുടെ യുവതലമുറയെ കാർന്നു നിന്ന ഒരു വലിയ മാരകമായ വിപത്തായി ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം 1-2 ആഴ്ചകളിൽ നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്നതാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന സംഭവമായാലും താമരശ്ശേരിയിലും അതുപോലെ കോഴിക്കോടൊക്കെ നടന്ന സംഭവങ്ങൾ സ്വന്തം മാതാപിതാക്കളെ വരെ തൻ്റെ കൊലക്കത്തിക്കിരയാക്കുന്ന പുതിയ തലമുറ, പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് വലിയ 21-25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ കുട്ടികളാണ് ഇത് സംബന്ധിച്ച് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഭാവി തലമുറയെ ഇതെത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ഒരു ആശങ്കയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ കേരള സമൂഹത്തിൽ ആകമാനം തന്നെ ഇതിൻ്റെ ബോധവൽക്കരണ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളും വിവാദങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജ്, ഇതുപോലുള്ള കോളേജുകൾ, തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് കാണിക്കുന്ന താല്പര്യം അതെന്തായാലും ഒരു മാതൃകാപരമാണെന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഞാൻ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ അന്വേഷണം നടത്തുന്നുണ്ട്. പല കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 30 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിദേശത്തടക്കം അയച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന പുതിയ രീതിയാണ് നമ്മളെ രക്ഷിതാക്കന്മാർ അവലംബിക്കുന്നത്. നമ്മുടെ മെട്രോ നഗരങ്ങളായ ബോംബെയിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിലൊക്കെ പഠിക്കാൻ വിടുന്ന കുട്ടികൾ തിരിച്ച് അവർ ബിരുദ സർട്ടിഫിക്കറ്റുമായിട്ടല്ല തിരിച്ചു വരുന്നത്, അമ്മയും അച്ഛനെയും കൊലപ്പെടുത്താനുള്ള കൊലക്കത്തിയുമായിട്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ള പുതിയ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഡിറ്റക്ട് ചെയ്ത ഒരു കേസിൽ കുട്ടപ്പുഴയിൽ നിന്നും 2 ചെറുപ്പക്കാരെ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നു. സുമാർ 26 വയസ്സിന് താഴെയാണ് 2 പേർക്കും പ്രായം. വളരെ നല്ല രീതിയിൽ ജീവിച്ച് രക്ഷിതാക്കന്മാരുടെ സ്നേഹ ലാളനകളൊക്കെ, നാട്ടുകാരുടെ സ്നേഹ ലാളനൊക്കെ എല്ലാം അനുഭവിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഞാൻ അവനോട് ഇന്നലെ വിശദമായി ജയിലിൽ വെച്ച് ഈ 2 കക്ഷികളെയും ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഇത് എവിടെ നിന്നാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ ഇതാണ് അവരുടെ യഥാർത്ഥ വസ്തുത. അവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ താമസിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളായി പുറത്തു പോവുകയും നമ്മുടെ ഈ പരുന്തുകളെ പോലെ നമ്മുടെ ചുറ്റിലും ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ തങ്ങളെ റാഞ്ചാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നുമാണ് ഇവർ ആദ്യമായിട്ട് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇത് കൊണ്ടാണ് പിന്നീട് അവർ കേരളത്തിലേക്ക് വരുന്നത്. പിന്നെ ഇവർ സ്ഥിരമായിട്ട് 3-4 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഇതിന് അഡിക്റ്റ് ആവുകയും പിന്നീട് ഇതിൻ്റെ ഇതിന് സാമ്പത്തികമായി വലിയ തുക കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പിന്നീട് ഇതിൻ്റെ കച്ചവടക്കാരായി മാറുകയും പിന്നീട് അവർ വിദ്യാഭ്യാസം നേടുന്നോ അല്ലെങ്കിൽ ഇടപെടുന്ന സമൂഹത്തിലേക്ക് ഈ മയക്കുമരുന്ന് അവർക്ക് എത്തിക്കാനുള്ള ഒരു കണ്ണിയായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുതിയ സാഹചര്യമുണ്ട്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey. Smile. How's it?
വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.